ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമെന്ന ആരോപണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ അടിമാലി ഇരുമ്പ് പാലം മുതൽ മൂന്നാർ വരെ വലിയ മൺതിട്ടകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കരാർ കമ്പനിക്ക് എതിരെ പരാതി നൽകിയവരുടെ വീടിന്റെ ഭാഗങ്ങളിൽ കൂടുതൽ അപകടകരമായ രീതിയിൽ മണ്ണെടുത്തതായും പരാതിയുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ലോകോത്തര നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. എന്നാൽ നിർമ്മാണം പൂർത്തിയാകും മുമ്പേ കരാർ കമ്പനിക്കെതിരെ ആരോപണങ്ങളും ഉയരുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പലയിടങ്ങളിലും നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തതോടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നു. മണ്ണിടിയാതിരിക്കാൻ മതിയായ സംരക്ഷണവുമില്ല. ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ബന്ധപ്പെട്ട ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡുമായിട്ട് NH സംബന്ധമായിട്ട് അവർ പണിയുന്നതിന് നമുക്ക് ആക്ഷേപമൊന്നുമില്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ ആണ്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ മലയോര പ്രദേശമായതുകൊണ്ട് ഒരുപാട് വീടുകൾക്ക് ഭീഷണിയുണ്ട്. മണ്ണെടുക്കുന്ന പോലെ ഒരുപാട് വീടുകൾക്ക് ഭീഷണിയുണ്ട്. അത് അവർ പാവപ്പെട്ട ജനങ്ങളാണ്. തീരെ ഒന്ന് മാറി താമസിക്കാൻ പോലും നിവൃത്തിയില്ല. ഓടിച്ചെന്നൊരു വീട് മാറി താമസിക്കാനല്ല വാടകയ്ക്ക് പോകാനോ നിവൃത്തിയില്ലാത്ത ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ വീടുകളുടെ അടിഭാഗത്ത് മണ്ണെടുക്കുമ്പോൾ അത് ഒന്നാമത് ചെരിച്ചെടുക്കുക, അതുപോലെ തന്നെ അവർക്ക് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് എടുത്ത 2 ദിവസത്തിനുള്ളിൽ അവർക്കൊരു സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. മണ്ണിടിച്ചിൽ ഉണ്ടാകില്ല എന്നായിരുന്നു കരാർ കമ്പനി നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ കഴിഞ്ഞ വേനൽ മഴയിൽ തന്നെ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ഈ കാലവർഷത്തെ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. വിഷയത്തിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെയും ദേശീയപാത അധികൃതരെയും ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുകയുമാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള വലിയ ഭീതിയും ഈ മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും NH അധികൃതരുടെയും ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.